അപ്പോൾ നമ്മുടെ ഈ വർക്ക് നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട്. അതിനകത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നന്നായിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല റെഡ് കളറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന് നേരെ നമ്മൾ ഇതിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന ഹാർഡനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ഹാർഡനിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആവാം, ചിലപ്പം അല്ലെങ്കിൽ അതൊരു ഹാർഡായിട്ടുള്ളൊരു ഏരിയയിൽ പുഷ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്താ പറയുക കട്ട് ചെയ്യേണ്ടതായ ഒരു മെറ്റലായിരിക്കും. അപ്പോൾ അതിനൊരിക്കലും സോഫ്റ്റ്നെസ് നിന്ന് കഴിഞ്ഞാൽ അത് ചളങ്ങിപ്പോകാനും ബ്ലെൻഡ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാർഡൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർഡനിങ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് കട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ ഈ ജോബിനെ എങ്ങനെ ഹാർഡൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹാർഡൻ ചെയ്യാൻ പോകുന്ന പീസ് നിങ്ങൾ ഈ കാണുന്നതാണ്. ഈ ഒരു ഒബ്ജക്റ്റാണ് ഹാർഡൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പാണ്. അപ്പോൾ അത് ഹാർഡൻ ചെയ്തില്ലെങ്കിൽ ഈ ടിപ്പ് ബ്ലെൻഡായി പോകാനും ഒടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് ഹാർഡൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഹാർഡൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ടോർച്ച് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് അറിയാം ഗ്യാസ് കട്ടറിൻ്റെ ടോർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഒരു 2 പൈപ്പാണ് വരുന്നത്. ഈ 2 പൈപ്പിൽ ഒന്നിൽ ഗ്യാസും ഒന്നും ഓക്സിജനുമാണ് വരുന്നത്. അതിൽ ഒന്ന് അസറ്റിലിൻ ഗ്യാസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് ചേട്ടൻ കാണിച്ചു തരും. ഇപ്പോൾ നമുക്കിവിടെ ഇതിപ്പം ഓണാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം കാണാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ഗ്യാസ് അസറ്റിലിൻ തുറന്നിട്ടു. ഓക്കെ, അസറ്റിലിനാണ് ഇപ്പോൾ കത്തുന്നത്. ഓക്കെ, അതിന് കത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലെയിമിലൊക്കെ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഓക്സിജൻ എത്തിക്കുമ്പോൾ ഫ്ലെയിം നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള കളറിലേക്ക് വരും. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്നറിയില്ല, കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഏകദേശം കാണാം. ഇപ്പോൾ ഓക്സിജനും അസറ്റിലിനും തുല്യം രീതിയിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് കറക്റ്റ് ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്ലൂയിഷ് കളറായിരിക്കും വരിക. ഓക്കെ, ഇതിലൂടെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് കട്ടായി പോകില്ല. ഹീറ്റ് മാത്രമായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഹീറ്റ് നന്നായ രീതി വരും, പക്ഷേ നമ്മളുടെ ഒബ്ജക്റ്റ് ഉരുകിപ്പോവുക കട്ടാവുകയോ ചെയ്യില്ല. ഇതിപ്പോൾ കട്ടാകാനായിട്ടുള്ള റീസൺ ഇനിയിപ്പോൾ ചെയ്യേണ്ടത്, കട്ടാവണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കട്ടാവും. കാരണം പ്രഷർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേട്ടോ, ഇപ്പോൾ ഈ പ്രഷർ കറക്റ്റായിട്ട് അതായത് പോയിൻ്റായി വരും. അതായത് നമ്മളുടെ ഈ ഫ്ലെയിം സ്പ്രെഡായിട്ട് നിൽക്കുന്ന ഫ്ലെയിം പോയിൻ്റായിട്ട് വന്നിട്ടായിരിക്കും കട്ടാവുന്നത്. അപ്പോൾ പ്രഷർ കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഹീറ്റായി വരുന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളുടെ ഒബ്ജക്റ്റ് ഇപ്പം നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കളറ് റെഡിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയാണിത് നമ്മൾ നേരെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം കാണുന്ന ബിന്നാണ് ഇതിൻ്റെ ഫസ്റ്റ് കരി ഓയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് ഇത് ഡിപ്പ് ചെയ്യുന്നത്. പുകയ്ക്കാത്ത അടിപൊളി, സൂപ്പർ, ഇതാണ് പൊളി, അടിപൊളി. ഇത് ഫസ്റ്റ് നമ്മൾ കരി ഓയിലിനകത്ത് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ പ്രോസസ്സ് വരിക. അതിനുശേഷം നമ്മൾ നേരെ ഇതിനെ ഒന്നും കൂടെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ലായനിയിലേക്കാണ് അത് ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി തണുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അതിൻ്റെ ഹാർഡൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കൂടെ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ടേക്കും. അപ്പോൾ നമ്മുടെ ഹാർഡനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.